നൊമ്പരങ്ങൾ കൊണ്ടു കളിയൂ ഞാലുകെട്ടി പാടി നടക്കണ ചങ്ങാതി, ആശകളായിരം ചരടിൽ കോർത്തിട്ട് ആടി നടക്കണ ചങ്ങാതി. നൊമ്പരങ്ങൾ കൊണ്ടു കളിയൂ ഞാലുകെട്ടി പാടി നടക്കണ ചങ്ങാതി, ആശകളായിരം ചരടിൽ കോർത്തിട്ട് ആടി നടക്കണ ചങ്ങാതി. ബന്ധവുമില്ല സ്വന്തവുമില്ല ഊരു തെണ്ടണ താന്തോന്നി, ബന്ധവുമില്ല സ്വന്തവുമില്ല ഊരു തെണ്ടണ താന്തോന്നി. രാവുകളില്ല പകലുകളില്ല ഉഴച്ചു നയിക്കണ തൻ്റെ ശത്രുവിനെ പോൽ മിത്രങ്ങളാക്കണ സ്നേഹക്കടലാം വായാടി, സ്നേഹനിധിയാം വായാടി. നൊമ്പരങ്ങൾ കൊണ്ടു കളിയൂ ഞാലുകെട്ടി പാടി നടക്കണ ചങ്ങാതി, ആശകളായിരം ചരടിൽ കോർത്തിട്ട് ആടി നടക്കണ ചങ്ങാതി. ഒരു പ്രതികാരാഗ്നി കെട്ടടങ്ങിയതിൻ്റെ ഈ ഓട്ടം 16 വർഷങ്ങൾക്ക് മുമ്പ് യാത്ര തിരിച്ച സ്വന്തം കാക്കച്ചേരി എന്ന കുഗ്രാമത്തിലെ മധുരിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് ഗോപു ഓടുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ബിലാൽ എന്ന ഓട്ടോറിക്ഷക്കാരന് ബാലാമണി എന്ന യാത്രക്കാരിയുടെ ആകസ്മികമായ മരണസമയത്ത് തൻ്റെ ഓട്ടോറിക്ഷയിൽ നിന്നും ലഭിച്ച ചോരക്കുഞ്ഞ്. അന്ധനായിരുന്ന ആ കുഞ്ഞിനെ സ്വന്തം അച്ഛന് വേണ്ടാത്ത സ്ഥിതിയിൽ ബിലാൽ തന്നെ വളർത്തിയെടുത്തു. ഒരു അനുഗ്രഹീത ശബ്ദത്തിനുടമയായ ഗോപുവിനെ ചേരിയിലെ ഒരു ഭാഗവതർ സുബ്രഹ്മണ്യൻ സംഗീതവും പഠിപ്പിച്ചിരുന്നു. കാക്കച്ചേരിയിലേക്ക് കുറച്ച് വെള്ളം തരും. കാക്കച്ചേരിയിൽ ആരെ കാണാനാ? വലിയ ഗൗരവക്കാരനാന്ന് തോന്നുന്നു. കാക്കച്ചേരിയിൽ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മാലാഖയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് അന്ധനായ ഈ തെണ്ടിച്ചെറുക്കനെ മനസ്സിലേറ്റി നടന്നിരുന്ന ചിന്നു, ഗോപേട്ടന്റെ എല്ലാമായിരുന്ന ചിന്നു. കാക്കച്ചേരിയിലെ പ്രകൃതി കടാക്ഷിച്ച ഭംഗിയിൽ പ്രണയ കോലാഹലങ്ങളില്ലാതെ ആ കുരുന്നു ഹൃദയങ്ങൾ ആടിയും പാടിയും നടന്നിരുന്ന സുവർണകാലം. ഗോപേട്ടാ, ചിന്നുവോ? ചിന്നുന്ന്
നേരത്തെ വന്നോ? എന്താ ഗോപേട്ടനെ സ്വപ്നം കണ്ടോ? ചിന്നുവിന് സ്വപ്നം കാണാത്ത ദിവസം ഉണ്ടോ ഗോപേട്ടന്? എൻ്റെ ഈ പുല്ലാങ്കുഴലിൽ ചിന്നുവിനെ കുറിച്ചുള്ള സംഗീതം ഞാൻ ട്യൂൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ചിന്നുവിനെ കാണാൻ തോന്നുമ്പോൾ ഞാൻ എൻ്റെ ഈ പുല്ലാങ്കുഴലെടുത്ത് വായിക്കും. എന്നിട്ട് നിന്നെക്കുറിച്ചുള്ള ആ സംഗീതം ഒഴുകി ഒഴുകി എൻ്റെ സിരകളിലേക്ക് കയറും. എന്നെ കുറിച്ചുള്ള സംഗീതം എനിക്കൊന്ന് കേൾപ്പിച്ചു തരോ? അതിനെന്താ, ഇപ്പൊ കൽപ്പിച്ചു തരാം. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. സൗഭാഗ്യമാണ്, സായുജ്യമാണ്, ആത്മാവിൻ നിധിയാണവൾ. എന്നാത്മാവിൻ നിധിയാണവൾ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. ആ ഗോമോനെ, അല്ല ഇതൊരു കാന്താരിയ. ആ കാന്താരിക്ക് പാട്ട് പാടി കൊടുക്ക നീ. ബിലാൽക്ക, ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്നെ അങ്ങനെ വിളിച്ച് കളിയാക്കരുതെന്ന്. ബിലാലിക്ക് ഇഷ്ടം കൊണ്ട് വിളിക്കല്ലേ മോളെ. ബിലാൽക്കാക്ക് മക്കളായിട്ട് നിങ്ങള് രണ്ടാളല്ലേ ഉള്ളൂ. അതങ്ങ് ശരിയാണ് ചിന്നു. നമ്മളെ സ്നേഹിക്കാനും സന്തോഷിപ്പിക്കാനും വാപ്പച്ചല്ലേ ഉള്ളൂ. മോള് ചെല്ലേ, അച്ഛനവിടെ കാത്തിരിക്കുന്നുണ്ട്. ഗോപേട്ട, എന്നാ ഞാൻ പോട്ടെ. ഇനി വർത്തമാനം പറയാൻ ബിലാൽക്ക ഉണ്ടല്ലോ. ആ ചിന്നു എന്നാ പോയിക്കോ. നോക്കടാ അവളുടെ ഒരു സ്നേഹം. ചിന്നു മോളെ. ഓ വന്ന്. അല്ല ഇതാര് ബിലാൽ? നിങ്ങളിവിടെ ഉണ്ടാ? ഓ എന്റെ പാർട്ട്ണർ ഹോട്ടയാളായി. ഓ സൈദേ വാ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. ഓനെ പറ്റി ഒന്നും പറയാനില്ല. ഓനെ എനിക്കറിയാം. ഓനക്ക് എന്താ പണി? പാല് വെള്ളം ചെറുക്കല്. നമുക്ക് അതൊന്നും അത്ര എന്റെ ബിലാൽ. എന്നാ ഞാൻ എന്താ സൈദേ നീ പറയണത്? പത്താറിറങ്ങാൻ തന്നെ വിളിക്കുന്നുണ്ട്. ഓനെ ഞാൻ വരാണ്ണി പാട്ടിലണ്ടാ. ഊണിയ എന്നതിന്റെ പാട്ട് പോടാ ചെക്ക അവിടെ പോകോ എണീക്ക് പോവാം. ഓനൊരു പാവാണ് പാപ്പച്ചി. ആ എനിക്ക് അറിയാം മോനെ. എന്റെ പല്ല ഇടുമാ. അന്നെ എത്ര വിളിച്ചടാ കുരുത്തം കിട്ടാനെ. ഇപ്പൊ പല്ല ബെച്ചപ്പ വന്നേക്കാണോ നക്കാനായിട്ട്. എടാ മോനെ, നമ്മുടെ കടായി ബാപ്പുന്റെ പറമ്പില്
തേങ്ങ വീണ് കിടക്കുന്നത് ഉമ്മ അറിഞ്ഞേക്കണ്. ഈ ചെന്ന് പോയി നോക്കടാ. ഇനിയിപ്പൊ വീണിട്ടില്ലെങ്കിൽ ദേ അതിന്റെ മേലെ കയറി കുറച്ച് തേങ്ങ ഇട്ടിട്ട് വാടാ. ആരും അറിയണ്ട. എന്നാ ഒന്നും അറിയൂല. തല്ലുകൊള്ളാൻ കാണിച്ചു കൊടുത്തിട്ടല്ലടാ ഈ വേഗം ഓടി പോകുന്നടാ. എനിക്ക് പിടുത്തം കൊടുക്കരുതടാ. ഇങ്ങനെ പറഞ്ഞാ മതി. തല്ലുള്ള ഞാനാ തേങ്ങ തന്ന പാട്ടാറങ്ങ. ആഹാ വിശക്കും മനക്ക് നക്കാൻ വേണ്ട. വിശക്കുമ്പോ നീ ഇങ്ങോട്ട് വാടാ. അടക്ക് നക്കാൻ തരാടാ ഞാൻ. ഓ ഇവനെ കൊണ്ട് എന്താണ് മൂപ്പ? ഇത് കണ്ടില്ലേ? നിങ്ങളുടെ തെറിച്ച മകൻ ചെയ്ത പണിയാണിത്. ഇത് നമ്മളെ പാട്ട് പഠിപ്പിക്കുന്ന ആളല്ലേ? ഭാഗട്ടോര്. എന്താണ് പേര്? അതന്നെ സുബ്രഹ്മണ്യൻ. ഇയാൾക്കല്ലേ? ഇയാളുടെ മേൽ നിങ്ങളുടെ മോനെ ചാണം വാരി എറിഞ്ഞതാണ് ഈ കാണുന്നത്. ചെയ്തുവാ എന്റെ പുതിയ ചൊപ്പ ആകെ വൃത്തിയാടാക്കി നിങ്ങളുടെ മകൻ. ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല. മോന് പ്രാന്താണെങ്കിൽ പ്രാന്താശുപത്രിക്ക് ഉണ്ടാക്കണം. ഇല്ലെങ്കിലേ ശരിയാക്കി തരാടാ. ആർക്കട ഭ്രാന്ത്? ആഹാ ഓരോങ്ങള് വെച്ചിട്ടുണ്ടാ ചാണം കൊണ്ട് നടക്കണ. അമ്മയുടെ മോനല്ലേ വാവോ വാവോ. കുളിപ്പിച്ചേരാട്ടാ. അയ്യടാ കരയല്ലേ? അയ്യടാ പാവോ. ആവോ കരയല്ലേ കരയല്ലേ വാവോ. എന്തിനാ നോക്കണേ? പോടാ. എന്നെ എറിയല്ലേടാ. നീ എന്റെ മോനെ വിളിച്ചോണ്ട് വാടാ. എന്റെ ഉമ്മ എന്റെ ഉമ്മാനെ പല്ലുകളെ പന്നികളെ പോയാത്ര എന്റെ ഉമ്മാനെ സമയൂല ഒന്നറിയണോക്കെ എന്റെ ഉമ്മ ഉമ്മ എന്റെ മോനല്ലേ ഇത്? മോനെ മോനെ സൈന എന്റെ മോനെ എന്റെ മോനിന് എങ്ങോട്ടും പോണ്ട. കേക പെറുക്കാൻ ഒന്നും പോണ്ട മോൻ. ഉമ്മക്ക് ഒരു മാ മാത്രല്ലടാ നീ. ഇനി എന്നെ വിട്ട് അവിടെ പോവല്ലേ. ഞാൻ എവിടെ വിടൂല എന്നെ. സ്വന്തം മകന്റെ പിതൃത്വം സ്ഥാപിക്കുവാൻ കൈക്കുഞ്ഞുമായി അച്ഛന്റെ അരികിലെത്തിയ ബാലാമണിക്ക് കിട്ടിയത് അച്ഛന്റെ ശകാരങ്ങളും പൊഴിയുമായിരുന്നു. സ്വന്തം അച്ഛന് പോലും വേണ്ടാത്ത ഞാനെന്തിന് പിന്നെ ജീവിക്കുന്നു എന്നുള്ള തോന്നൽ ഒരു വേദനാനുഭവമായി ഗോപുവിന്റെ മനസ്സിനെ തളർത്തി. ചേരിയിലെ ജീവിതം തന്നെ ഒരു അസഹ്യമായി ഗോപുവിന് തോന്നി തുടങ്ങി. അവൻ ചേരി വിട്ട് ആരോടും പറയാതെ വിദൂരതയിലേക്ക് യാത്രയായി. തൻ്റെ എല്ലാമായ
ചിന്നുവിനെ പോലും വിട്ട്. സ്വരങ്ങളെന്നാത്മാവിൻ കഥയറിയാതെ ഈശലുകൾ മൂളിയിടുന്നു. കഥനമെൻ ജീവിത നോവറിയാതെ മധുരമായി പാടുന്നു ഞാൻ. നൊമ്പരപ്പൂക്കൾ വിരിഞ്ഞു, ചെമ്പകപ്പൂക്കൾ പൊഴിഞ്ഞു. സുഗന്ധങ്ങളില്ലാതെ വാടിത്തളർന്ന ഈ പൂമരച്ചില്ലകളുണങ്ങി, ഈ പൂമരച്ചില്ലകളുണങ്ങി. ഇവിടെ സൗഭാഗ്യങ്ങൾ തഴുകിയുയർത്തിയ രാജകുടീരങ്ങളെ, ഈ മരുഭൂമിയെ സ്വർഗങ്ങളാക്കിയ മോഹകൊട്ടാരങ്ങളെ, ഒരു ചാൺവയറിൻ്റെ വിശപ്പറിയോ നിങ്ങൾ? ഈ മൺകുടിലിലെ കനവറിയോ? യാചകരെ അറിയോ? കഥനങ്ങളെ കൊണ്ട് സോപാനം പാടുന്ന തെണ്ടികളെ അറിയോ? ഈ തെണ്ടികളെ അറിയോ? സ്വരങ്ങളെന്നാത്മാവിൻ കഥയറിയാതെ ഈശലുകൾ മൂളിയിടുന്നു. കഥനമെൻ ജീവിത നോവറിയാതെ മധുരമായി പാടുന്നു ഞാൻ. നൊമ്പരപ്പൂക്കൾ വിരിഞ്ഞു, ചെമ്പകപ്പൂക്കൾ പൊഴിഞ്ഞു. സുഗന്ധങ്ങളില്ലാതെ വാടിത്തളർന്ന ഈ പൂമരച്ചില്ലകളുണങ്ങി, ഈ പൂമരച്ചില്ലകളുണങ്ങി.
തെണ്ടിച്ചക്കൻ്റെ ഒരു ബാഗ് എവിടുന്നോ വന്ന തെണ്ടിച്ചക്കനെ പിടിച്ച് വലിയ ഗായകനാന്ന് പറഞ്ഞ് കൂടെ കൊണ്ടു നടക്കാതെ. അതേനാടാ ഞാനും പറയുന്നത്. ആ പൊട്ടക്കണ്ണം വന്നതിന് ശേഷം നമ്മളെയൊക്കെ അവന് വേണ്ടതായി. ഇപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ തലയിൽ കയറാനുള്ള മോഹമൊക്കെ ആ പൊട്ടക്കണ്ണൻ്റെ ഉള്ളിലുണ്ടോ എന്നാണ് തോന്നുന്നത്. തോന്നലല്ലടാ, ശരിയാണത്. ചില സമയത്ത് സംസാരം എനിക്ക് തീരെ പിടിക്കുന്നില്ല. അല്ല, അവൻ നല്ല ഗായകനാണെന്നൊക്കെ വിഷ്ണു ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറയുന്നുണ്ടായിരുന്നല്ലോ. ഇത്രയും നാളായിട്ട് അവൻ്റെ നല്ലൊരു പാട്ട് നീ കേട്ടിട്ടുണ്ടോ രവി? ഞാൻ കേട്ടിട്ടില്ല. ഗോപ, നീയോ? ഞാനൊന്നും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ട്. എടാ ശ്യാമേ, നീ ആ തെണ്ടിക്ക് വേണ്ടി വക്കാലത്ത് പറയില്ല കേട്ടോ. അതല്ലടാ, ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല സ്വരമാണ്, നന്നായി പാടും. നിങ്ങൾക്കൊക്കെ അവനെ കളിയാക്കാനും കുശുമ്പ് പറയാനുമുള്ള ഒരു മനോഭാവം മാത്രമേ ഉള്ളൂ. എന്നാൽ എനിക്ക് ഗോപുവിനെ കുറിച്ച് അങ്ങനെയല്ല. അതെടാ, ഗ്യാസ് വരുന്നു. നമുക്കൊരു പണി ഒപ്പിച്ചാലോ? നീ അത് അവിടെ പോയി പറയണം. എപ്പോഴാന്ന് റാസി വരുന്നേ? എന്താ ചെയ്യുമെന്ന് പറയുന്നൊക്കെ പല കൊലങ്ങ് നടക്കുക എല്ലാം കൂടെ. ഗ്യാസിൻ്റെ അച്ഛൻ ഗ്യാസ് പോലും. പൊക്കോളൂ പൊക്കോളൂ. എന്താ സാറേ, രാവിലെ തന്നെ ഗ്യാസുമായിട്ടാണ് വരുന്നത്? സാറിന് വെറുതെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ടാട്ടാ. നമ്പൂരെന്തേ സാറ് ഇവിടുന്നൊക്കെ വിഴുങ്ങാൻ നടക്കുമായിരിക്കും. നീയൊക്കെ എന്നെ വിഴുങ്ങാതെ ക്ലാസ്സിൽ കയറി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. അസഭ്യം പറഞ്ഞിരിക്കാ സാറേ, അല്ലാണ്ട് വേറെന്താ ഇവന്മാരുടെ പണി? പകതിരിവില്ലാത്ത ജന്തുക്കളാ സാറേ. ഞാൻ പോണു. പോലെ യുവമാര് മുമ്പ് വെച്ച് ഗ്യാസായിട്ട് പോയി ആകെപ്പാടെ നാണക്കേടാകൂല. ഞാനും വരിക. ഇങ്ങനെ ഒരു പഞ്ചാരടി. ഇതിങ്ങനെ വിട്ട പറ്റില്ല മീര. നമുക്ക് ഇന്ന് തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഗ്യാസിന്റെ പെൺകുട്ടികളോടുള്ള കളി ഇന്നത്തോടെ നിർത്തണം. എടി, ദേ ഗ്യാസ് വരുന്നുണ്ട്. തുള്ളിയോടും പുള്ളിമാന്. ആഹാ, ഇവിടെ നിൽക്കുകയെന്നോ? എന്തോ എന്നെ വിളിപ്പിച്ചേ? വേഗം പറ, ക്ലാസ്സിലോട്ട് പോകണം. മാഷിനെ നിങ്ങൾ ഉടനെ പറഞ്ഞയക്കാം. ഈ ലവ് ലെറ്റർ സാർ പ്രിയയ്ക്ക് കൊടുത്തല്ലേ? ഇതോ? അത് പിന്നെ ഞാൻ കൊടുത്തല്ല. ഇയാളോട് ഇങ്ങനൊന്നും ചോദിച്ചാ പോരാ, പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്യണം. അയ്യോ, പ്രിൻസിപ്പളിനോടോ? എൻ്റെ പൊന്നുമോളെ ചതിക്കല്ലേ. എൻ്റെ ഭാവി കുളം തോണ്ടരുത്. ഞാനാണെങ്കിൽ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണ് കുട്ടി. ഒരു ചെറുപ്പക്കാരൻ്റെ വേദന എന്താണെന്ന് കുട്ടികൾക്ക് മനസ്സിലാകത്തില്ല. ഒരു ചെറുപ്പക്കാരൻ. അല്ല, എൻ്റെ വിഷമം നിങ്ങളോടല്ലാതെ വേറെ ആരോട് പറയാനാ? എന്തൊരു അല്ല പോലെ തന്നെ. സാറിവിടെ കാലത്ത് തന്നെ പഞ്ചായത്ത് അടിച്ചോണ്ടിരിക്കുക. ആ സുസ്മിതാമ്മയുടെ സാറിന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? എടാ, ആ തള്ളക്ക് പ്രാന്തടാകുമ്പോരി ഇയാളി എന്ന് പറഞ്ഞേക്ക്. ചെറുപ്പക്കാരനായ ഐസക് സാറിനെ പിന്നാലെ നടന്ന് വെറുതെ കാലം കഴിക്കണ്ടെന്ന്. ചേടാ, ആ തള്ളക്ക് എന്നെ തന്നെ പ്രേമിക്കാൻ കിട്ടിയ നേരവേ. നിങ്ങളെ പിടിച്ചോണ്ട് വരാൻ ആ മേടിപ്പ് എന്റെ പിറകെ തന്നെയാ. എനിക്കൊന്ന് മൂത്രൊഴിക്കാൻ പോലും പറ്റണില്ല. അപ്പോഴേക്കും വന്ന് സാറിന് അന്വേഷിക്കും. എന്തൊരു നാറ്റം സാറേ. ഇത് കോളേജ് അല്ലേ? വാഷാളൻ, 6 വാഷാളൻ. ഏയ് വേണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെന്ന്. ഇനി അവിടെ നിന്നാ ചിലപ്പോ എന്റെ ഗ്യാസും കൂടെ പോകും. ഞാനിപ്പോ എന്തോ ചെയ്യുമെന്ന് പറയാനാണ്. ഞാൻ എൻ്റെ ചിന്നുവിനെ കണ്ടിട്ട് വർഷങ്ങളേറെയായി. ചിന്നുവിൻ്റെ കൈയും പിടിച്ച് കളിച്ച് രസിച്ച് നടന്നിരുന്ന ആ കാലം എൻ്റെ ഓർമ്മയിൽ മാത്രമേ ഉള്ളൂ വിഷ്ണു. ചിന്നു ഇപ്പോഴും എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവും വിഷ്ണു. സ്വപ്നങ്ങളെ താലോലിക്കാനല്ലേ ഞങ്ങളെപ്പോലുള്ളവർക്ക് കഴിയൂ. ഒരിക്കലും യാഥാർത്ഥ്യമാകാത്ത സ്വപ്നങ്ങൾ വീണ്ടും കാണാതിരിക്കട്ടെ. സ്നേഹിച്ച പെൺകുട്ടിയെ സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണ്. ചിന്നുവിനെ കുറിച്ച് ഒരുപാട് സ്വപ്നം കാണുന്ന ഗോപു അവളെ സ്വന്തമാക്കാനുള്ള അവസരം വളരെ വിദൂരമാവില്ല. അതുടനെ സംഭവിക്കും. ഞാനാ പറയുന്നു, നിന്റെ വിഷ്ണു. പിന്നെ ഗോപുവിനെ കുറിച്ച് അറിയാത്തൊരു കാര്യം ഞാൻ പറയാം. എൻ്റെ മരണം എൻ്റെ മുന്നിൽ എന്നെയും കാത്തു നിൽക്കുന്നു. ക്ഷണിക്കാതെ വന്ന ഒരു വിശിഷ്ടാതിഥിയെപ്പോലെ.
എന്തൊക്കെ വിഷ്ണു നീ പറയുന്നേ? എന്നെ പറഞ്ഞു പേടിപ്പിക്കാൻ നീ? അല്ല ഗോപു, നടക്കാൻ പോകുന്ന ചില സത്യങ്ങൾ, സംഭവിക്കാൻ പോകുന്ന പല യാഥാർത്ഥ്യങ്ങളും ഞാൻ മുൻകൂട്ടി പ്രവചിച്ചിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചിട്ടുമുണ്ട്. പണ്ട് ഗോപു വരുന്ന തലേദിവസം ഞാൻ നിന്നെ സ്വപ്നത്തിൽ കൂടി കണ്ടിരുന്നു. ഉദിച്ചു പൊങ്ങുന്ന പ്രകാശരശ്മികൾ, ആ കറുത്ത സൂര്യന്, സ്ഫടികത്തിളക്കമുള്ള ആ പ്രകാശജ്വാലകൾ തട്ടിമാറ്റിക്കൊണ്ട് എൻ്റെ മുന്നിലേക്ക് കണ്ണില്ലാതെ നടന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ. അതെൻ്റെ ഈ ഗോപുവായിരുന്നു. മാർക്ക് കൂട്ടി തരുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് വിഷമിക്കാതെ. നിന്റെ പിള്ളേർ വരുന്നു അങ്ങോട്ടല്ലോ. എന്തോടാ? അതെ, മറ്റൊരു കുരിശ്. എന്താ? ഒരു കാര്യം പറയാനാ. ഞാൻ സാറിനെ ഇന്നലെ അന്വേഷിച്ചിരുന്നു. ഞാനേ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് സുസ്മിത മേഡത്തിന് എനിക്ക് പേടിയാ. അതെ, വരല്ലേ? അത് എന്റെ പിറകെ വെറുതെ ആരാമെണ്ണത്തിനിടയാക്കരുത്. വരല്ലേ വരല്ലേ? ഞാൻ എങ്ങനെ ഇവിടെ എത്തി? എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ വീണപ്പോ പുറകെ ഞാനും വീണു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. നാണക്കേടായി. അതെ, ഞാനിപ്പോ പഴത്തില് ചവിട്ടി വീടെന്ന് വെച്ച് നിനക്കൊക്കെ പോവാനെന്തോ ഇരിക്കുന്നു. ക്ലാസ്സിൽ പോയിനടാ. അവരെ എന്നെ സഹായിക്കാൻ വന്നതാ ടീച്ചർ. പോയില്ല ക്ലാസ്സിലെ? പോ. ടീച്ചർ എന്തിനാ എന്റെ പിറകെ ഓടിയത്? സാറിനെ പ്രിൻസിപ്പൽ അന്വേഷിക്കുന്നു. എന്തിന്? അർജന്റായി. ആന്നോ? അതല്ലേ ഞാൻ അന്വേഷിച്ചത്. ഹലോ ഗരിയത്ത്, പറയൂ പറയൂ. ആ അത് ഓക്കെ, നല്ലൊരു സംഭവം റെഡിയാണ്. എന്താ കേൾക്കണോ? മല്ലികപ്പൂവിന് മുത്തം തരാനായി. എങ്ങനെയുണ്ട്? അല്ല, അത് കൃഷ്ണദാസ് പോരെ? ഓ, ഞാനിപ്പോ ആരെ പെട്ടെന്ന് അന്വേഷിക്കുക. ആ, എന്നാലും നോക്കട്ടെ. ഓ, എന്താ ടെൻഷൻ? ആ കിരിയത്താ വിളിച്ചത്. ഒരു പുതിയ വോയിസിനെ കൊണ്ട് ഈ പാട്ട് പാടിക്കണമെന്ന് നിർബന്ധിക്കുക. ഞാൻ ഈ സമയത്ത് എവിടെ പോയിട്ട് തപ്പാനാ? അതെ, ഞാനൊരാളെ സജസ്റ്റ് ചെയ്യട്ടെ. ആരാണാവോ? വേറാരുമല്ല, നമ്മുടെ വിഷ്ണുവിന്റെ ഫ്രണ്ട് ഗോപു. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കും സൗദാമിനി. ആ കണ്ണുപൊട്ടനെ സ്റ്റുഡിയോയിൽ കയറ്റി പാടിക്കണമെന്നാണോ നീ പറയുന്നത്? അവന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പലതവണ പറഞ്ഞിട്ടും നിങ്ങൾ അതൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അന്ധനാണെങ്കിലും നല്ലവനാണ് ഗോപു. നല്ല സ്വരശുദ്ധിയും. നിങ്ങൾ ഒരിക്കൽ കേൾക്കണോ അത്? എന്നാൽ അവനെ തീർച്ചയായിട്ടും അംഗീകരിക്കും. എനിക്കിപ്പോ അതൊന്നും കേൾക്കണ്ട സൗദാമിനി, നീ ഒന്ന് പോയേ. സ്വന്തം കാൽച്ചുവട്ടിലൊരു അനുഗ്രഹീത ശബ്ദം ഉണ്ടായിട്ട് അത് തിരിച്ചറിയാതെ വേറെ ഏതോ ശബ്ദവും തേടി നടക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. എന്താ ചെയ്യാ? സൂര്യൻ.
വിഷ്ണു, എന്താ നീ ആലോചിക്കുന്നത്? കുറച്ച് നേരമായല്ലോ. എന്താ കാര്യം? ഹേയ്, ഒന്നുമില്ല. ഞാൻ ഇന്നലെ എൻ്റെ കറുത്ത സൂര്യനെ സ്വപ്നം കണ്ടു. അതെനിക്കൊരു മെസ്സേജ് തരാനായിരുന്നു. എന്താണോ മെസ്സേജ്? എൻ്റെ ഒരു കണ്ണ് നിനക്ക് തന്നാൽ എൻ്റെ ഗോപുവിന് ഈ ലോകം മുഴുവൻ കാണാൻ സാധിക്കില്ലേ? അത് വേണ്ട. എന്നെ പോലെ അല്ല നീ. ദൈവത്തിനത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. എനിക്ക് നിന്റെ വിലയേറിയ ഈ സ്നേഹം മാത്രം മതി. നീ എത്രയോ സ്നേഹസമ്പന്ന. വരൂ, നമുക്ക് പോവാം. നീ ഇനി ഇതുപോലെ കറുത്ത സൂര്യനൊന്നും സ്വപ്നം കാണില്ല കേട്ടോ. നീ കേറ്. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി ദീനു. നിങ്ങൾ ആശിച്ച പെണ്ണും അവൻ്റെ കയ്യിൽ, നിങ്ങളുടെ തന്തയുണ്ടാക്കിയ സ്വത്തുക്കളും അവൻ്റെ കയ്യിൽ. നിങ്ങളിപ്പോൾ വെറും വേസ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടെ നടന്നും കൂട്ടിക്കൊടുത്തും അവൻ്റെ അച്ഛൻ തമ്പി എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം പിഴിഞ്ഞെടുത്തു. ഒടുവിൽ എൻ്റെ തന്ത ചത്തൊടുങ്ങുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല അവന്റെ കുടുംബം. ഞാൻ ഒന്നും കാണാതെയല്ല അവൻ പഠിക്കുന്ന ഈ കോളേജിലേക്ക് അഡ്മിഷൻ വാങ്ങി വന്നത്. വിഷ്ണു, അവനുള്ള പണി ഞാൻ പണിയും. അതിനു വേണ്ടി തന്നെയാ ബോംബെ ഭരിക്കുന്ന ഉമ്മർ ഖാനെ ഞാൻ ഈ മണ്ണിലേക്ക് വിളിച്ചു വരുത്തിയതും. ദീനു പറഞ്ഞാ മതി, ബാക്കി കാര്യം ബോസ് നോക്കിക്കോളും. ബോസിന്റെ വിശ്വസ്തരായ അനുയായികളാ ഞങ്ങൾ രണ്ടുപേരും. എന്താ സംശയമുണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മതി, ബാക്കി കാര്യം ഞങ്ങളേറ്റു. സാറ് പറഞ്ഞാ മതി, അത് ഞങ്ങൾ അനുസരിക്കാം. എന്തായാലും നീട്ടിക്കൊണ്ടു പോണ്ട. യെസ്, ദീനു പറഞ്ഞോണ്ടാ ഞാൻ ഈ കൊട്ടേഷൻ ഏറ്റെടുത്തേ. എത്രയും പെട്ടെന്ന് തീർത്തേക്കണം അവനെ. സാറ് പറഞ്ഞാൽ മതി, എപ്പോ എങ്ങനെയെന്ന് ഞങ്ങൾ തീർത്തേക്കാം. നീ ഉദ്ദേശിച്ച കാര്യം നടക്കില്ല, നടക്കാൻ പാടില്ല. തുളസിയോട് എനിക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ എന്താ വിഷ്ണു, എന്തൊക്കെയാ എന്നോട് മറിച്ചു വെക്കുന്നത്? അതെ, നീ അറിയാത്ത പല സത്യങ്ങൾ. എന്നെ സ്നേഹിച്ചുകൊണ്ട് നീ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കരുത്. അതെന്റെ ആത്മാവിന് സഹിക്കില്ല. ആത്മാവോ? അതിന് വിഷ്ണു മരിക്കാൻ പോവാണോ? ആണെങ്കിൽ എന്തിന്? അല്ല, വിധി അങ്ങനെയാണെങ്കിൽ വെറുതെ വേണ്ടാത്ത ഒന്നും ചിന്തിക്കല്ലേ വിഷ്ണു. ഞാൻ മരിക്കും. എന്റെ മരണം ഞാൻ മുന്നിൽ കാണുന്നു. ഇല്ല, എന്റെ വിഷ്ണുവിനെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണം. വേണ്ട തുളസി, ഞാൻ കാരണം നിനക്കത് സംഭവിച്ചുകൂടാ. നീ എന്നെ മറന്ന് മറ്റൊരു വിവാഹത്തിന് തയ്യാറാവണം. അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോ തന്നെ. ഇല്ല, വേണ്ട. എനിക്കിനി വിഷ്ണുവിനെ വിട്ട് മറ്റൊരു ജീവിതം ഇല്ല. ജീവിതവും മരണവും നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ മതി. എനിക്ക് വിഷ്ണുവിനെ മറക്കാനാവില്ല. എവിടെ പോ? വീട്ടിലാ? ഒറ്റയ്ക്കാ? അന്ന് സ്റ്റുഡിയോ പാടാൻ വന്നപ്പോൾ നല്ല രസമുണ്ടായിരുന്നല്ലോ ഷർട്ട്. അതെവിടെ നിർത്താ? ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ നോക്കി നിൽക്കായിരുന്നു. പിന്നെ ഞാനൊരു അടിപൊളി മുറ്റ സാധനം ശരിയാക്കിയിട്ടുണ്ട്. റൊമാൻറ്റിക്കാ, തിക്ക് റൊമാൻറ്റിക്. ഞാനിന്ന് പാടട്ടെ? ശരി.
പനിനീർപ്പൂ മണമൊഴുകി വരും ഹായ് ഇന്ദ്രിയങ്ങളിലതു പകരും ഹായ് രഗതരേഖകൾ നിന്നിഴലാലേ കണ്ടു നിൻമുഖം പകർന്ന ഗന്ധം ഹായ് പനിനീർപ്പൂ മണമൊഴുകി വരും ഹായ്. എങ്ങനെയുണ്ടേ? ഉഗ്രനായോ? പോന്ന. ഹലോ സുമന്ത്. ഞാൻ പിന്നെ വിളിക്കാം. ഹലോ ഹൗ ആർ യു? വരൂ വരൂ. ഹലോ ഹൗ ആർ യു? എപ്പോ ഒന്നു ഇരിക്കാം. ഒരു സാധനം എൻ്റെ ഇടയിൽ കൂടെ പോയി. ഞാൻ പിന്നെ വിളിക്കാം. ഒന്ന് എഴുന്നേറ്റ്. ഇപ്പറ ഇരിക്കേ. അല്ല തമ്പി സാർ എവിടെ? തമ്പി സാർ കമ്പോസ് ചെയ്തോണ്ടിരിക്കുകയാണല്ലോ. എവിടെ? ബാത്റൂമില്. ഞങ്ങള് കമ്പോസിങ് ഏൽപ്പിച്ച പിന്നെ പുള്ളിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നേരം ഉണ്ടായിട്ടില്ല. എന്താടോ? പുള്ളിക്ക് ബാത്റൂമിൽ കയറിയാലേ സംഗതി സാധനമൊക്കെ വരുള്ളൂ. എന്ത് പറയാനാ എന്റെ പൊന്ന് സാറ്, നിങ്ങളൊക്കെ അല്ലേ പുള്ളിനെ വർക്ക് ഏൽപ്പിക്കുള്ളൂ. അടിപൊളി സാധനം ഞാൻ ശരിയാക്കി തരാം. കേക്കണോ? ഒരു റൊമാൻറ്റിക് തിക്ക് റൊമാൻറ്റിക് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഒന്ന് കേക്കോ? പനിനീർപ്പൂ മണമൊഴുകി വരും ഹായ് ഇന്ദ്രിയ. നമ്മൾ ഇന്നലെ പ്ലാൻ ചെയ്ത പാട്ടിന്റെ കമ്പോസിംഗ് എന്തായി? ഇന്നലെ പ്ലാൻ ചെയ്ത പാട്ടിന്റെ കമ്പോസിങ്ങോ? അത് കുഴപ്പമില്ല. നാളെ പ്രസാദ് സ്റ്റുഡിയോയിലേ നാളെ ഓഡീഷൻ ഉണ്ടല്ലോ. നാളെ കേട്ടപ്പോരെ? അപ്പൊ ശരി. ഇനിയിപ്പൊ നിങ്ങള് നിന്നിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല. അപ്പൊ കാണാട്ടോ ഉമ്മ. പിന്നെ അടുത്തേനെങ്കിലും നമ്മുടെ കാര്യം ഒന്ന് ശരിയാക്കാടോ. നമുക്ക് കാര്യത്തോടെ എടുക്കുമ്പോ ആണുങ്ങൾ എങ്ങനെയാ? പോയി. എടോ സുമന്തേ, അവര് പോയത് എനിക്ക് ബാത്റൂമിൽ നിന്ന് ഉഗ്രൻ ഒരു സാധനം കിട്ടി. ഉഗ്രൻ. ബാത്റൂമിൽ നിന്ന് കിട്ടിയത് ബാത്റൂമിൽ തന്നെ കളയായിരുന്നില്ല. എന്തിനാ എന്താ പറഞ്ഞു? അല്ല, ബാത്റൂമിൽ നിന്ന് കിട്ടിയതല്ലേ നല്ല ഉഗ്ര സാധനമായിരിക്കും പറയായിരുന്നു. താൻ ആ ദർബാരി രാഗത്തിലൊന്ന് പിടിച്ചേ. ഈ 2:30 മണിക്കാ? 2:30 കെട്ട ജി മൈനറിൽ പിടിക്കടോ. ഇപ്പൊ വന്ന സാധനടോ എനിക്ക്. പിടിക്ക്. നോക്കട്ടെ. ബാത്റൂമിലേക്ക്. ദൈവമേ, ഈ മനുഷ്യന്റെ ജീവിതം ബാത്റൂം കൊണ്ട് അവസാനിക്കുന്ന തോന്നുന്നത്. ഇരുന്നോളൂ. എന്തിനാ ഇപ്പൊ ഇത്ര റെസ്പെക്റ്റ്? ഇതൊക്കെ ഈ സുമന്ത് കുറെ കണ്ടതല്ലേ. റെഡിയല്ലേ സാർ? എന്റെ കാര്യം. തന്റെ കാര്യം ഓക്കെ ആണല്ലോ സാർ? എന്റെ കാര്യം. തന്റെ കാര്യം ഡബിൾ ഓക്കെ. പിന്നെന്താ പ്രശ്നം? എന്താ പേര്? അലക്സാണ്ടർ ഡിക്രൂസ്. അലക്സാണ്ടർ ഡിക്രൂസ്. കിടക്കണു. എന്താ? അലക്സാണ്ടർ ഡിക്രൂസ്. അലക്സാണ്ടർ. ഓ എന്റെ ഈശ്വര, പേര് പറയുമ്പോ തന്നെ നാക്കിന്റെ സ്ക്രൂ ഇളകി പോണു. എന്താണ് തന്റെ പേര്? പോറ്റി. ആരെ പോറ്റി? സാർ എസ് കെ പോറ്റി എന്റെ പേര്. എസ് കെ പോറ്റിയോ? എസ് കെ പോറ്റി എന്ന് പറഞ്ഞ വലിയ ഫേമസ് ആയ ആളെ പോലെയാണല്ലോ സംസാരം കേട്ട് കഴിഞ്ഞാല്. സാർ അന്ന് എന്റെ 200 രൂപ മേടിച്ചിട്ട്. അത് പ്രവേശനാനുമതി ഫീസാ. ഡെക്രൂസും കൊള്ളാം, സ്ക്രൂവും കൊള്ളാം. ഒന്ന് മൂളിക്കേ. ഒരു പാട്ട് മൂളാൻ പറയുമ്പോ താന്ന് മൂളിക്കേ. സാർ വരുന്നുണ്ട്. സാറിന്റെ വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. സാർ വന്നു കഴിഞ്ഞാൽ നല്ല സൈലന്റ് ആയിട്ട് നിന്ന് നല്ല അറ്റൻഷൻ ആയിട്ട് നിന്ന് നന്നായി പെർഫോം ചെയ്യണം. കേട്ടോ കേട്ടോ? മിടുക്കരായിട്ട്. വേണ്ടൊരു പശു കയർ പൊട്ടിക്കും പറഞ്ഞ് മനസ്സിലാവില്ലേ? അപ്പ പാടിയാ മതി. പിന്നെ പ്രവേശനാനുമതി ഫീസിന്റെ കാര്യം സാറിനോട് പറയണ്ട. അതെന്താ? വെറുതെ എന്തിനാ അന്നം പൊട്ടിക്കുന്നേ? എന്റെയോ? തന്റെ അല്ലടോ, എന്റെ. ശരി സാർ, ഓക്കെ. സാധനം പ്രവേശനും. ഹായ്. അതെ, മൈക്ക് റെഡി ആക്കണ്ടേ? മൈക്കെല്ലാം പിന്നെ ശരിയാക്കാം. ഞാൻ ആദ്യം ഒന്ന് കേൾക്കട്ടെ. ലൈവായിട്ട് വരാൻ പറയേ. ലൈവായിട്ട്. പിന്നെ അല്ലാതെ. ഹലോ എടോ, അലക്സാണ്ടർ ഡിക്രൂ. ഇവന്റെ പേരും വായിലുമില്ല, ആളും ഒന്ന് ഭാഗ്യായി. നമസ്കാരം സാർ. എന്താ തന്റെ പേര്? പേര് ചോദിക്കാതിരിക്കാൻ മെച്ചം. അലക്സാണ്ടർ. അലക്സാണ്ടർ ഡിക്രൂസ്. നാട്ടിലെ അലക്സാണ്ടർ എന്ന് വിളിക്കും.
അമ്മ അല്ലു എന്ന് വിളിക്കൂലേ? ആ അലക്സാണ്ടർ ഒന്ന് പാടൂ കേൾക്കട്ടെ. എന്തേ മറന്നുപോയോ? പാടാ സാർ. അനുരാഗവിലോചനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തിടുക്കം തിടുക്കം പരുദാ മോഹബത്ത് വാല അക്കിയോ മേ ഐസാ ഡാല. നിർത്തടോ. എന്താ ഇത്? അല്ല, ആ പാട്ടിന്റെ ഒരു സ്റ്റൈലിലാവും പാടിയത്. എവിടുന്ന് കിട്ടിയടോ? ഇനി വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നല്ല അസല് പാട്ടാ, പക്ഷെ അവൻ പാടിക്കോളാക്കി. നീ പോ. അങ്ങനെ ആകാശം വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ വേറെ വിളിക്ക്. ഉണ്ടായിരുന്നല്ലോ. അതെ, ഇയാളുണ്ടായിരുന്നല്ലോ, ഒരു പോറ്റി, SK പോറ്റി. മോനെ പോറ്റിക്കുട്ടാ, ഞാൻ പോയി വിളിക്കാം. എടോ പോറ്റി, ഒന്ന് കയറ്റി വിടോ. ആ അസലായി പാടും കേട്ടോ, കാണുന്ന പോലെയൊന്നുമില്ല. പോറ്റി അല്ലേ? ആ പോറ്റി. പിന്നെന്തിനു പാടാൻ തന്നെ വന്നതാണോ പോറ്റി? അതെ സാർ. എന്നാന്ന് പാട് കേൾക്കട്ടെ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളങ്കൈ വീശി നീ തോണിലേറിപ്പോയില്ലേ. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൾ കുഞ്ഞിളങ്കൈ വീശി നീ തോണിലേറിപ്പോയില്ലേ. പാത്തമ്മ ഒന്നിനെട്ട് കായാലേ ആറാനെട്ട് കായാലേ ഒന്നിനെട്ട് കായാലേ ആറാ. ഇത് പഴയ പാട്ടാ, നാടൻ പാട്ടാ. ഹോ, നല്ല പാട്ടായിരുന്നു, പക്ഷെ അവൻ പാടിക്കൊള്ളാക്കി. തവലിൽ സോപ്പ് പൊടിയിട്ടില്ലേ? പോറ്റി പോ, വിളിക്കാം. ശരി സാർ. ഏടോ സുമന്തേ, ഇതിനൊക്കെ എവിടുന്ന് കിട്ടിയടോ? ഇതുപോലുള്ള സാധനം ഇനിയുണ്ടോ കയ്യില്? കഷ്ടം. എന്താ ഇങ്ങനെ പരുങ്ങുന്നത്? വല്ല കാശും മേടിച്ചിട്ടുണ്ടോ? ഞാനെന്തിനാ വാങ്ങിക്കണേ? നല്ല കാര്യമായി. 200 രൂപ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ അവനെ വിളിച്ചേ. ഈ രാഗത്തിൽ നമുക്കൊരു സാധനം സെറ്റ് ചെയ്താലോ? അടിപൊളിയായി. വേണ്ടേ? വേണ്ടെങ്കിൽ വേണ്ട. ഡോ, സമയം കളയാതാ കൃഷ്ണദാസനെ വിളിച്ചേ. പ്രൊഡ്യൂസർ ഇപ്പൊ വരും. പാട്ട് പാടാനാ? ഓ, ചേഞ്ചിന് വേണ്ടിയല്ലേ താൻ കുറെ എണ്ണം തന്നെ കൊണ്ടുവന്ന് പാടിച്ചത്? അതല്ല, ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ ചേഞ്ച് ഇല്ല. ആ ഫോൺ എടുത്ത് വിളിക്കടോ. ആ ഫോണിൽ വിളിച്ചാൽ മതിയല്ലോ, ഞാനെന്ത് മടേനാ. ഹലോ, സുമൻ സാറാണ് വിളിക്കുന്നത്. KD സാറല്ലേ? ഞാൻ സുമൻ സാറാണ്. സാർ വിളിക്കുന്നുണ്ട്. ഒരു മുറ്റ് സാധനം വന്നിട്ടുണ്ട്. ആ വേഗം വലിയ ആണുങ്ങളൊന്ന് പാടിയിട്ട് പോകും. അസല് സാധന. അപ്പൊ കാണാം. ഓക്കെ, ബൈ, ടേക്ക് കെയർ, സ്വീറ്റ് ഡ്രീംസ്. ഇപ്പൊ തന്നെ വരും. ഞാൻ വിളിച്ചാൽ വരാണ്ടിരിക്കില്ല. എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും മുനീറേ. ഓ, എന്തൊരു തള്ളാ നീ തള്ളിയത്? എന്താ പ്ലാൻ ചെയ്യേണ്ടത്? ആ നമുക്ക് പറ്റിയൊരാള് വരുന്നല്ലോ നമ്മുടെ ഗോപു.
കൂടെ വിഷ്ണു ഉണ്ടല്ലോ. ഗോപുവിനെ കണ്ട നമുക്കൊരു പാട്ട് പാടിച്ചാലോ? വിഷ്ണു സമ്മതിച്ച ഗോപു പാടും. വിഷ്ണു ഇതിനൊന്നും പറയരുത്. നമുക്ക് തടിച്ച് പൊളിക്കാടാ. വിഷ്ണു, നമ്മുടെ ഗോപുവിനെ കൊണ്ട് ഞങ്ങൾ ഒരു പാട്ട് പാടിക്കാൻ പോവാണ്. വിഷ്ണു, ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട് പാടിപ്പിക്കടാ. ഗോപുവിനെ കളിയാക്കാനാണെങ്കിൽ അത് വേണ്ട. അല്ല, ഞങ്ങൾക്ക് ഗോപുവിന്റെ ഒരു പാട്ട് കേൾക്കാനുള്ള മോഹം കൊണ്ടാണ്. ആണോ? എന്നാ ഞാൻ പാടാം. മനം നൊന്ത് പാടുന്നു ഞാൻ, കേട്ട് കരൾ വിങ്ങി കേഴരുതേ. നെഞ്ചുരുകും മനസ്സിന്റെ സങ്കടങ്ങൾ ഒതുക്കി ഞാൻ മധുരമായി പാടുമ്പോ, ഉള്ളിലുള്ള വേദന കൊണ്ടൊരു സുഖരാഗമാക്കി ഗസലുകൾ മൂളുമ്പോൾ, പാട്ട് മനം നൊന്ത് പാടുന്നു ഞാൻ, കേട്ട് കരൾ വിങ്ങി കേഴരുതേ. കളിയിലും ചിരിയിലും മുഴുകുമ്പോൾ നമ്മൾ, കളിയിലും ചിരിയിലും മുഴുകുമ്പോൾ നമ്മൾ, കരയും മനസ്സിനെ മറക്കുന്നു. സുഖലോലുപതയിൽ കഴിയുമ്പോൾ പിന്നെ അഗതികളെ നാം വെറുക്കുന്നു. നൊമ്പരമലരുകൾ വിരിയുമ്പോൾ അതിൽ മുള്ളുകളാൽ ഹൃദയം മുറിവേറ്റൊരു കണ്ഠം ഇടറിയ ചുണ്ടുകൾ പാടും പാട്ട്. പാട്ട് മനം നൊന്ത് പാടുന്നു ഞാൻ, കേട്ട് കരൾ വിങ്ങി കേഴരുതേ. ഒരു സൗഹൃദത്തിൻ്റെ തണലിൽ ഞാനിന്ന്, ഒരു സൗഹൃദത്തിൻ്റെ തണലിൽ ഞാനിന്ന്, സ്നേഹസ്വരൂപനായി വാഴുന്നു. മോഹങ്ങളെ കൊണ്ട് രാഗങ്ങൾ തീർത്തയി അന്ധനാം ഗായകൻ പാടുന്നു. സുന്ദരമായൊരു ചേരിയിലുണ്ടൊരു സുന്ദരിയുടെ മുഖമോർമ്മയിലുണ്ട്, കഥ പറയാനിനിയേറെയുമുണ്ട്. പാട്ട് ആ പാട്ട് മനം നൊന്ത് പാടുന്നു ഞാൻ, കേട്ട് കരൾ വിങ്ങി കേഴരുതേ. നെഞ്ചുരുകും മനസ്സിന്റെ സങ്കടങ്ങൾ ഒതുക്കി ഞാൻ മധുരമായി പാടുമ്പോ, ഉള്ളിലുള്ള വേദന കൊണ്ടൊരു സുഖരാഗമാക്കി ഗസലുകൾ മൂളുമ്പോൾ, പാട്ട് മനം നൊന്ത് പാടുന്നു ഞാൻ, കേട്ട്
വിഷ്ണു. അച്ഛൻ എന്താ അച്ഛാ? വിഷ്ണു, ആരാ പാടിയത്? നമ്മുടെ ഗോപു ആണ് അച്ഛാ. നമ്മുടെ ഗോപു? അതെ, നമ്മുടെ ഗോപു. ഗോപു ഇത്ര നന്നായി പാടുവോ? വിഷ്ണു, നീ അവനൊന്ന് വിളിക്ക്. ഒരു മിനിറ്റ് അച്ഛാ. മോനെ ഗോപു, നീ ഇത്രയും നന്നായി പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പുതിയ പടത്തിൽ ഗോപു തന്നെ പാടണം. ഒരു പുതിയ ശബ്ദത്തിന് വേണ്ടി അലയുകയായിരുന്നു ഞാൻ. അച്ഛാ, തീർച്ചയായും മോനെ. ഗോപുവിനെ നീ നാളെ തന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുവരണം. നാളെ തന്നെ റെക്കോർഡിംഗ് വെക്കണം. ഓക്കെ അച്ഛാ. ചെല്ലു. ഞാനൊരാളെ സജസ്റ്റ് ചെയ്യട്ടെ. ആരാണാവോ? വേറെ ആരുമല്ല, നമ്മുടെ വിഷ്ണുവിന്റെ ഫ്രണ്ട് ഗോപു. ഓ, നീ ഒന്നും മിണ്ടാതിരിക്കും സൗദാമിനി. ആ കണ്ണുപൊട്ടനെ സ്റ്റുഡിയോയിൽ കയറ്റി പാടിക്കണമെന്നാണോ നീ പറയുന്നത്? അവന്റെ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലല്ലോ. ഞാൻ പലതവണ പറഞ്ഞിട്ടും നിങ്ങൾ അതൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അന്ധനാണെങ്കിലും നല്ലവനാണ് ഗോപു. നല്ല സ്വരശുദ്ധിയും. നിങ്ങൾ ഒരിക്കൽ കേൾക്കണം അത്. എന്നാൽ അവനെ തീർച്ചയായിട്ടും അംഗീകരിക്കും. എനിക്കിപ്പോ അതൊന്നും കേൾക്കണ്ട സൗദാമിനി. നീ ഒന്ന് പോയേ. സ്വന്തം കാൽച്ചുവട്ടിലൊരു അനുഗ്രഹീത ശബ്ദം ഉണ്ടായിട്ട് അത് തിരിച്ചറിയാതെ വേറെ ഏതോ ശബ്ദവും തേടി നടക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ. ഇത്രയും നല്ല ശബ്ദത്തിന്റെ ഉടമയെ എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലല്ലോ. അമ്മേ, അമ്മേ. അമ്മേ, എന്റെ ഗോപു ആദ്യമായിട്ടൊരു നാഷണൽ അവാർഡിന് അർഹനായിരിക്കുകയാണ്. അതെയോ? ഒരിക്കലും മറക്കാനാവാത്തൊരു പ്രസന്റായി എന്റെ ഗോപു അംഗീകാരം സ്വീകരിക്കുന്നത് എനിക്കൊന്ന് കാണണം. പക്ഷേ അതിനു മുമ്പ് അവന് എന്റെ കൈകൊണ്ട് വില മതിക്കുന്ന ഒരു സമ്മാനം കൊടുക്കണം. ഒരു പക്ഷേ ഇനി എനിക്കതിന് സാധിച്ചില്ലെങ്കിലോ? അമ്മേ, ഞാൻ ഷോപ്പിങ്ങിന് വേണ്ടി ഇപ്പൊ വരാം അമ്മേ. ഹലോ, എന്ത്? എപ്പോ? ഹലോ ഹലോ. ഡോക്ടർ പേടിച്ചു പോയോ? ഞാനാണ് വിഷ്ണു. എന്താ വിഷ്ണു ഈ ആ സമയത്ത്? ഇരിക്കേ. ഒരു പ്രധാന കാര്യമുണ്ട്. അതാണ് ഞാൻ ഈ സമയത്ത് വന്നത്. ഡോക്ടർ എന്നോട് ക്ഷമിക്കണം. എന്തിന്? പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ 2 കണ്ണുകളും എൻ്റെ ഗോപുവിന് കൊടുക്കാനുള്ള ഒരു സമ്മതപത്രം. ഇത് ഡോക്ടറെ ഏൽപ്പിക്കാനാണ് ഞാൻ വന്നത്. നാളൊരു പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ലെങ്കിലോ? അതെന്താ, നാളെ നീ മരിക്കാൻ പോവാണോ? അത് മനുഷ്യാവസ്ഥയല്ലേ ഡോക്ടറെ, സംഭവിച്ചൂടെ? നീ എന്താ നിന്റെ കറുത്ത സൂര്യന്റെ സ്വപ്നം കണ്ടോ? കണ്ടെന്ന് കൂട്ടിക്കോ. മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഡോക്ടർ. എൻ്റെ കണ്ണാണ് ഗോപുവിന് കൊടുക്കുന്നതെന്ന് ഒരു കാരണവശാലും അവൻ അറിയരുത്. ഗോപു അറിഞ്ഞ എൻ്റെ കണ്ണ് മാറ്റി അവന് കൊടുക്കാൻ അവൻ സമ്മതിക്കില്ല. വിഷ്ണു, നീ വേണ്ടാത്തൊന്നും ചിന്തിക്കാതെ ഇപ്പൊ പോയി കിടന്നുറങ്ങാൻ നോക്ക്. താങ്ക് യു. എനിക്ക് ഉറക്കം വരും. ശരി ഡോക്ടർ. ഡോക്ടർ, ഒരു ആക്സിഡന്റ് കേസ് വന്നിട്ടുണ്ട്. നമ്മുടെ വിഷ്ണു ആണ്. വിഷ്ണു അല്പം മുമ്പ് ഇവിടെ വന്ന് എന്നോട് സംസാരിച്ചു പോയതാണല്ലോ. ഐസിയുലാക്കിയിട്ടുണ്ട്.
ആ ഒന്നകത്തേക്ക് വരൂ, എനിക്ക് സംസാരിക്കാം. ഇരിക്കും. എന്തായി ഡോക്ടർ? ഒന്നും പറയാനായിട്ടില്ല. ബ്രെയിനിൽ വല്ലാതെ ബ്ലഡ് കൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ BP ലോ ആയതുകൊണ്ട് പൾസ് വളരെ വീക്കാണ്. നിങ്ങൾ അവൻ്റെ അച്ഛനും അമ്മ ആയതുകൊണ്ടും ഞാൻ അവനെ അറിയാവുന്ന ഡോക്ടറായതുകൊണ്ടും ഞാൻ ഓപ്പണായിട്ട് പറയും, വിഷ്ണുവിന് ബ്രെയിൻ ഡെത്ത് സംഭവിക്കാനുള്ള സാധ്യത. ഡോക്ടർ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആകെയുള്ളൊരു മകനാണ്. എന്റെ വിഷ്ണുവിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടർ. ഈ ലോകത്തിലെ ഏത് വലിയ ചികിത്സ വേണേലും കൊടുക്കാം. ഞാൻ എന്താ ചെയ്യേണ്ടത്? പണം ഒരു പ്രശ്നമല്ല ഡോക്ടർ. റിലാക്സ് റിലാക്സ്. തമ്പി സർ, ലക്ഷങ്ങൾ ചിലവഴിച്ചാൽ വലിയ ചികിത്സ കിട്ടിയേക്കാം. ബട്ട് നമുക്കവന്റെ ജീവൻ തിരിച്ചു കിട്ടണ്ടേ? സോറി സർ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഐ എം സോറി. പിന്നെ വിഷ്ണു എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ ഈ സമയത്ത് എങ്ങനെയാ നിങ്ങളോട് പറയാ? ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് പറയാതിരിക്കാനും പറ്റില്ല. അവന് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇനി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവന്റെ 2 കണ്ണും ഗോപുവിന് കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞിരുന്നു. നിങ്ങളൊരു ഡോക്ടറാണോ? എങ്ങനെ ഈ സമയത്ത് ഞങ്ങളോട് ഇതൊക്കെ പറയാൻ കഴിയുന്നു? അവനെ രക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരു ഡോക്ടറാണോ ഈ പറയുന്നത്? സോറി, നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ലോകത്ത് ഒരച്ഛനും അമ്മയ്ക്കും അത് സഹിക്കാനും ആവില്ല. ബട്ട് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. ഗോപുവിനെ പോലെ ഇരുൾ മൂടിയ ജീവിതത്തിൽ ഒരല്പം വെളിച്ചം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട് നമ്മുടെ ഈ ലോകത്ത്. ഇന്ന് നിങ്ങൾ ഇതിന് സമ്മതിച്ചാൽ ഗോപുവിന്റെ ജീവിതത്തിൽ വെളിച്ചമായില്ലേ? മാത്രമല്ല, ഗോപുവിൽ കൂടി വിഷ്ണുവിന്റെ കണ്ണുകളെങ്കിലും ജീവിക്കില്ലേ? പിന്നെ മറ്റൊരു കാര്യം, ഈ വിഷയം ഗോപു ഒരിക്കലും അറിയാൻ ഇടവരരുത്. വിഷ്ണുവിന്റെ കണ്ണാണ് അവന് ട്രാൻസ്പ്ലാന്റ് ചെയ്തതെന്ന് അറിഞ്ഞാൽ ഗോപു ഒരിക്കലും സമ്മതിക്കില്ല. അതുകൂടി ഒന്ന് മനസ്സ് വെക്കണം. വിഷ്ണു, എന്റെ വിഷ്ണുവിന് എന്ത് പറ്റി? വിഷ്ണു, വിഷ്ണു, മോനെ ഗോപു, നമ്മുടെ വിഷ്ണു. അമ്മ, അമ്മ, എന്റെ വിഷ്ണു എന്താ പറ്റിയത്? എവിടെ അവൻ? ഞാൻ അവന്റെ ശബ്ദമെങ്കിലും ഒന്ന് കേട്ടോട്ടെ. പറയാമ, എന്റെ വിഷ്ണു എവിടെ? അമ്മ, എന്റെ വിഷ്ണു. വിഷ്ണു, വിഷ്ണു, നിനക്ക് എന്താടാ പറ്റിയത്? വിഷ്ണു, എന്താ നീ ഒന്നും മിണ്ടാത്ത? വിഷ്ണു,
എന്തിനാ ഗോപു കരയണത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. ഒരു ചെറിയ ആക്സിഡന്റ് അല്ലേ. വിഷ്ണു, എൻ്റെ വിഷ്ണു സംസാരിച്ചോ? നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ? ഇല്ല, എൻ്റെ വിഷ്ണുവിനൊന്നും പറ്റിയിട്ടില്ല. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചത്? നീ ശ്രദ്ധിക്കാതെ വണ്ടി ഓടിക്കാറില്ലല്ലോ. നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും സംഭവിക്കേണ്ടത് സംഭവിച്ചല്ലേ പറ്റൂ. അതോർത്ത് നീ വിഷമിക്കണ്ട. ഇതെല്ലാം നല്ലതിനാണെന്ന് മാത്രം ആശ്വസിക്കൂ ഗോപു. നീ എന്നോട് സംസാരിക്കുന്നുണ്ടല്ലോ, എനിക്കത് മതി. നിനക്ക് ദൈവം ഒന്നും വരുത്തില്ല വിഷ്ണു. ഞാൻ ഡോക്ടറെ കണ്ടിട്ട് വരാം. നിനക്കൊന്നുമില്ലെന്ന് എനിക്ക് ഉറപ്പ് വരുത്തണം. നീ എൻ്റെ അടുത്തിരിക്കൂ ഗോപു, നീ എങ്ങും പോണ്ട. ഞാനിപ്പോൾ വരാം. ഡോക്ടറെ കണ്ടിട്ട് ഉടനെ വരാം. വിഷ്ണു എന്നോട് സംസാരിച്ചു ഡോക്ടർ. ഓഹോ, ഇപ്പം എന്താ ഗോപുന് വേണ്ടത്? ഡോക്ടർ, വിഷ്ണുവിനൊന്നും പറ്റാത്തതുകൊണ്ട് എനിക്ക് ആശ്വാസമായി. ഒരു ചെറിയ ആക്സിഡൻ്റ് അല്ലേ ഡോക്ടർ? അവനെ എപ്പോഴാ ഡിസ്ചാർജ് ചെയ്യുന്നത്? അത് തീരുമാനിച്ചിട്ടില്ല. സർ, ഗോപുവിന് ഐ ഡോക്ടർ വിളിക്കുന്നു. ഡോക്ടർ എവിടെയാ? ഗോപു വന്നോളൂ, ഡോക്ടർ ഒപ്പിയിലുണ്ട്. ഗോപുവിന് കാഴ്ച ലഭിക്കാനുള്ള സമയമായി. അതിനുവേണ്ടി ഒരു പേഷ്യൻ്റ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ 2 കണ്ണുകളും ഗോപുവിന് ദാനം ചെയ്യാൻ വേണ്ടി. അത് ഉടനെ നടക്കും. അപ്പോൾ എനിക്കെൻ്റെ വിഷ്ണുവിനെ കാണാനുള്ള സമയമായി അല്ലേ ഡോക്ടർ? എനിക്ക് സന്തോഷമായി. എൻ്റെ വിഷ്ണുവിനെ കാണാൻ സാധിക്കുമല്ലോ. ഡോക്ടർ എന്താ പറഞ്ഞത് മോനെ? വിഷ്ണുവിനൊന്നും പറ്റിയിട്ടില്ല അച്ഛാ. അമ്മ കരയണ്ട. നമ്മുടെ വിഷ്ണുവിന് ദൈവം ഒന്നും വരുത്തില്ല. ഡോക്ടറിനോട് പറഞ്ഞു അവനെ ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന്. അതിനിടയ്ക്ക് ഐ ഡോക്ടർ എന്നെ വിളിച്ച് പറഞ്ഞു എനിക്ക് വേണ്ടി ഒരു രോഗി വന്നിട്ടുണ്ടെന്ന്. കണ്ണുടനെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാന്ന്. അപ്പോ ഉടനെ എനിക്ക് കാഴ്ച കിട്ടിയ എൻ്റെ വിഷ്ണുവിനെ എനിക്ക് കാണാലോ. അതാ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഞാൻ നേരത്തെ വിഷ്ണുവിനോട് ഒത്തിരി സംസാരിച്ചിട്ടാ ഡോക്ടറെ കാണാൻ പോയത്. എന്റെ ഗോപു വിഷ്ണുവിനോട് നേരിട്ട് സംസാരിച്ചെന്നോ? അതെ അമ്മേ, വിഷ്ണുവിനോട് കുറെ നേരം സംസാരിച്ചു. അവൻ എന്നെ ഉടനെ കാണണമെന്നും പറഞ്ഞു. ഞാനൊന്ന് പോയി നോക്കട്ടെ. അമ്മയച്ഛനും വിഷമിക്കണ്ട, നമ്മുടെ വിഷ്ണുവിന് ഒന്നും സംഭവിക്കില്ല. ഞാൻ അവനെ ഒന്ന് കാണട്ടെ. വിഷ്ണു 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 ഗോപു, ഡോക്ടറെ കണ്ടോ? കണ്ടു. ഐ ഡോക്ടറെയും കണ്ടു, സർജനെയും കണ്ടു. ഡോക്ടർ എന്ത് പറഞ്ഞു? ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാമെന്നും പറഞ്ഞു. ഇതൊരു ചെറിയ ആക്സിഡന്റ് അല്ലേ വിഷ്ണു? വലിയ പരിക്കൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. വിഷ്ണു, ഐ ഡോക്ടർ എന്നെ വിളിച്ചു പറഞ്ഞു എനിക്ക് കണ്ണു തരാൻ വേണ്ടി ഇവിടെ ഒരു രോഗി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ
എനിക്ക് ഉടനെ കാഴ്ച കിട്ടിയ എൻ്റെ വിഷ്ണുവിനെ എനിക്ക് കാണാമല്ലോ. അതിനുവേണ്ടി മാത്രം വിഷ്ണു ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ നടത്താമെന്ന് സമ്മതിച്ചത്. ഹൃദയം കൊണ്ട് എന്നെ കാണുന്ന ഗോപു എത്രയോ സ്നേഹസമ്പന്നനാണ്. എന്നെ ഒരു നോക്ക് കാണാൻ വെമ്പിക്കൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകളുടെ ഉടമയും പരിശുദ്ധനാണ് ഗോപു. എന്നും പ്രകാശിക്കുന്ന സൂര്യനോളം തിളക്കമുള്ള ആ കാഴ്ചകൾ കൊണ്ട് നിനക്ക് ഈ ഭൂമിയിൽ ഒരുപാട് ചെയ്തു തീർക്കാനുണ്ട്. ആ വിഷ്ണു, എനിക്ക് ആദ്യമായി കാഴ്ച കിട്ടുന്ന ദിവസം നീ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് ആദ്യം കാണേണ്ടത് ഈ സൂര്യനെയാണ്. ഈ വെളുത്ത സൂര്യൻ ഈ കറുത്ത സൂര്യൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരില്ല വിഷ്ണു. എന്നെ പറ്റിക്കല്ലേ. അപ്പോഴേക്കും എല്ലാം സുഖമാകും. ഈ സമയത്ത് എനിക്കൊരു പാട്ടുപാടി തന്നൂടെ? എൻ്റെ വിഷ്ണുവിന് ഒരു പാട്ടല്ല 1000 പാട്ടുകൾ ഞാൻ പാടിത്തരും. പൈങ്കിളിയെ നീ കിഴരുതേ, കുരയില്ലാത്തൊഴന വിട്ട് പോകരുതേ. കാർമേഘം നിറഞ്ഞു കഥനം തേങ്ങി നിന്നു, കഴുകൻ കഥയറിയാൻ കാത്തു നിന്നു. കൂടൊഴിഞ്ഞ പൈങ്കിളിയെ നീ കിഴരുതേ, കുരയില്ലാത്തൊഴന വിട്ട് പോകരുതേ. തമ്മിൽ കണ്ട നാൾ മുതൽ ഒരുമിച്ചുറങ്ങിയ നാൾ വരെ, തമ്മിൽ കണ്ട നാൾ മുതൽ ഒരുമിച്ചുറങ്ങിയ നാൾ വരെ, കാലങ്ങൾ നമ്മെ അടുപ്പിച്ചു, കടലോളം നമ്മൾ സ്നേഹിച്ചു. സ്വപ്നങ്ങൾ വീണുടഞ്ഞു, ദുഃഖങ്ങൾ വന്നണഞ്ഞു. സ്വപ്നങ്ങൾ വീണുടഞ്ഞു, ദുഃഖങ്ങൾ വന്നണഞ്ഞു. വസന്തം വിരുന്നു വന്ന് വിരഹിണിയായി പോകുമ്പോൾ, ദുരന്തം നിറമിഴിയോടിഴഞ്ഞു വന്ന് നിൽക്കുമ്പോൾ, വിധി എന്ന കോമാളി കപട പുഞ്ചിരി തൂകുമ്പോൾ, കൂടൊഴിഞ്ഞ പൈങ്കിളിയെ നീ കിഴരുതേ, കുരയില്ലാത്തൊഴന വിട്ട് പോകരുതേ. കാർമേഘം നിറഞ്ഞു കഥനം തേങ്ങി നിന്നു, കഴുകൻ കഥയറിയാൻ കാത്തു നിന്നു. കൂടൊഴിഞ്ഞ പൈങ്കിളിയെ നീ കിഴരുതേ, കുരയില്ലാത്തൊഴന വിട്ട് പോകരുതേ. ഇവിടെ ഒന്ന് കരയരുത്. വിഷ്ണു വിഷ്ണു, ഇഞ്ചക്ഷന് സമയായി. ഡോക്ടർ,
ഇനി താമസിക്കണ്ട. അവൻ്റെ കണ്ണുകൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഉടൻ ആയിക്കോട്ടെ. അറിയാം, വരൂ. ഗോപു, എന്താ ഹാപ്പി അല്ലേ? ഞാൻ ഹാപ്പിയാ ഡോക്ടർ. കൂടെ ആരൊക്കെയുണ്ട്? ഞങ്ങളൊക്കെ ഉണ്ട് മോനെ. ഗോപുവിന് ഞങ്ങളെയൊക്കെ കാണാനുള്ള സമയായി. എന്താ ഗോപു, നമുക്കിനി ഈ കെട്ടം കഴിച്ചു മാറ്റാല്ലേ? വിഷ്ണുവിനെ കണ്ടില്ലല്ലോ. വിഷ്ണുവിന്റെ ശബ്ദം കേട്ടില്ലല്ലോ ഡോക്ടർ. വിഷ്ണു വന്നില്ലേ? അവൻ വീട്ടിലുണ്ട് മോനെ. അവനിപ്പോ റെസ്റ്റ് വേണ്ടേ? അതെ, ഇനിയിപ്പോ കെട്ടഴിച്ചു കഴിഞ്ഞ വീട്ടിലേക്കല്ലേ പോകുന്നത്, അപ്പൊ കാണാലോ. ഡോക്ടർ, അതല്ല, എനിക്ക് ആദ്യം കാണേണ്ടത് എന്റെ വിഷ്ണുവിനെ. അവൻ എന്റെ പ്രകാശമാ. ആ പ്രകാശത്തെ അല്ലേ ഞാൻ ആദ്യം കാണേണ്ടത്. അതിന് അവന്റെ അച്ഛനും അമ്മയും ഇവിടെ തന്നെയുണ്ടല്ലോ. അതല്ല ഡോക്ടർ. ഗോപു, നീ ധൈര്യമായിട്ട് കെട്ടഴിച്ചോ, ഞാൻ ഇവിടെ തന്നെയുണ്ട്. അവന്റെ ശബ്ദം കേൾക്കുന്ന പോലെ. എന്നാ ഇനി കെട്ടഴിക്കാം അല്ലേ ഗോപു? നിക്ക്. മെല്ലെ മെല്ലെ തുറന്നോളൂ. ഗോപു, വിഷ്ണു, എന്റെ വിഷ്ണു. നിങ്ങളൊക്കെ എന്നെ പറ്റിച്ചതാണല്ലേ? എന്റെ വിഷ്ണു സുന്ദരനാണ്. അവനെന്തേ എനിക്ക് ടാറ്റ കാട്ടി പെട്ടെന്ന് ഓടി മറിഞ്ഞത്? എന്റെ വിഷ്ണുവിന്റെ അമ്മ, അച്ഛൻ, ഡോക്ടർ. ഇനി നമുക്കങ്ങ് കുറച്ചു നേരം പുറത്തേക്ക് നിൽക്കാം. ഗോപു അല്പം റെസ്റ്റ് എടുക്കട്ടെ. അച്ഛൻ എന്തിനാ കരയുന്നേ? എന്തിനാ അച്ഛൻ കരയുന്നേ? മോനെ, നമ്മളിപ്പോ പോയത് വിഷ്ണുവിന്റെ സമാധിയിലാണ് മോനെ. എന്റെ വിഷ്ണു? എന്റെ വിഷ്ണു എപ്പോ മരിച്ചു? അച്ഛനും ഡോക്ടറും പറഞ്ഞല്ലേ എന്റെ വിഷ്ണു സുഖമായിട്ട് വീട്ടിലിരിപ്പുണ്ടെന്ന്? നമ്മുടെ വിഷ്ണുവിന്റെ കണ്ണാണ് മോനെ നിനക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ എന്നെ ചതിച്ചു. വിഷ്ണുവിന്റെ കണ്ണുകൊണ്ട് എനിക്ക് അവനെ കാണാൻ കഴിയോ? പിന്നെ എന്തിനാ എനിക്ക് ഈ കണ്ണ്? വിഷ്ണുവിന് കാണാൻ പറ്റാത്ത കണ്ണ് എനിക്ക് വേണ്ട.
ഗോപു. വിഷ്ണു, നീ എൻ്റെ ഗോപു. ശരീരം തമ്മിലകന്നാലും എൻ്റെ ആത്മാവ് എന്നും നിന്റെ കൂടെ ഉണ്ടാവും. എന്തിനാ നീ എന്നെ വിട്ടു പോയത്? കരയാതെ ഗോപു. ഇനി ഒരുപാട് കാര്യങ്ങൾ നിനക്ക് ചെയ്തു തീർക്കാനുണ്ട്. നീ തളരരുത്, ധൈര്യമായിരിക്കൂ. എൻ്റെ കണ്ണുകൾ കൊണ്ട് ഇനിയും നിനക്ക് ഒരുപാട് കാഴ്ചകൾ കാണാനുള്ളതാണ്. അതിന് നീ തളരാതെ മുന്നോട്ട് പോകണം. എൻ്റെ വിഷ്ണുവിനെ ഒരു നോക്കി കാണാൻ ഞാൻ എത്ര കൊതിച്ചിരുന്നു. പക്ഷെ ദൈവം നിന്നെ ഈ രൂപത്തിൽ കാണിക്കാനാണ് വിധിച്ചത്. അവനോട് പോയി. വിഷ്ണു, 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 വിഷ്ണു. മറക്കുവാനാകില്ല മാൻകിടാവേ നിന്നെ, മരിച്ചാലും മറക്കില്ല ഓമലാളെ. ഒരു വട്ടം കണ്ടപ്പോൾ ആദ്യമായി നമ്മൾ ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ, ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ. മാമ്പൂ പെറുക്കി നമ്മൾ കണ്ണൻ ചിരട്ടയിൽ ചോറു വിളമ്പി കളിച്ചൊരു കാലം. മാമ്പൂ പെറുക്കി നമ്മൾ കണ്ണൻ ചിരട്ടയിൽ ചോറു വിളമ്പി കളിച്ചൊരു കാലം. മാനത്ത് പൂക്കുന്ന നക്ഷത്രപ്പൂക്കൾ മോഹിച്ചു നീയന്ന് കരഞ്ഞില്ലേ, മോഹിച്ചു നീയന്ന് കരഞ്ഞില്ലേ. മറക്കുവാനാകില്ല മാൻകിടാവേ നിന്നെ, മരിച്ചാലും മറക്കില്ല ഓമലാളെ. ഒരു വട്ടം കണ്ടപ്പോൾ ആദ്യമായി നമ്മൾ ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ, ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ. നറുതേൻ മധുവോറും പനിനീർ പൂവുമായി നീ എന്നരികിൽ വന്നൊരു കാലം. നറുതേൻ മധുവോറും പനിനീർ പൂവുമായി നീ എന്നരികിൽ വന്നൊരു കാലം. നാണിച്ചു നിൽക്കുമെൻ കൺപീലി കോണിൽ മോഹങ്ങൾ തീർത്തു നീ പോയതല്ലേ, മോഹങ്ങൾ തീർത്തു നീ പോയതല്ലേ. മറക്കുവാനാകില്ല മാൻകിടാവേ നിന്നെ, മരിച്ചാലും മറക്കില്ല ഓമലാളെ. ഒരു വട്ടം
ലോകം കണ്ടപ്പോൾ ആദ്യമായി നമ്മൾ ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ, ഒരു വാക്കും മിണ്ടാതെ പോയതല്ലേ. എവിടാ രാമ, എടുക്ക് പണം. ഇതുവരെ നമ്മൾ ക്ഷമിച്ച്, ഇനി നമുക്ക് ആവൂലട്ടാ. 5 കൊല്ലായില്ലടാ രാമ എൻ്റെ അടുത്ത് വട്ടിക്ക് പൈസ മേടിച്ചിട്ട്. വീരാണ, പൈസ ഞാൻ എത്രയും വേഗം തന്നോളാം. എനിക്ക് 2 ദിവസം സമയം കൂടെ തന്നാൽ മതി. അന്നൊക്കെ ചെയ്യേണ്ട പണിയുണ്ട്. എന്നോടാ കളി. രാമന്റെ മോളാണല്ലേ. ചോദിക്കാൻ വരുമ്പോ ഇന്ന് തരാം നാളെ തരാമെന്ന് പറയാന്നല്ലാതെ എപ്പോഴെങ്കിലും നീ തന്ന ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? എന്തേ എൻ്റെ നാവിറങ്ങിപ്പോയാ? എൻ്റെ അടുത്ത് കിട്ടൂലെന്ന് നമുക്കറിയാം. പക്ഷേങ്കില് എൻ്റെ മോളെന്ന് നമ്മൾ കൊണ്ടുപോകും. ആ വരട്ടെ. അന്ന് എന്തിനാ വെറുതെ ഗുണ്ടകളോടൊക്കെ വഴക്കിടാൻ പോയി? ആ ചായക്കടയിലെ ആ പെണ്ണിനെ നോട്ടിട്ടല്ലേ? അണ്ണൻ ഈ പരിചയമില്ലാത്ത സ്ഥലമാണ് ഈ ചേരി. വെറുതെ പെണ്ണ് കേസിൽ നാറണ്ടട്ടാ. ആ പെണ്ണിനെ ഞാൻ അറിയോട്ടാ, നമ്മുടെ രാമേട്ടന്റെ മോളാ ചിന്നു. ഓ ചിരിച്ചല്ല, അണ്ണന് ചിരിയാ ചന്തം. ഒന്ന് മെല്ലെ തിരുമട കണ്ണ, എന്റെ മേല് നാറിക്കല്ലേ. ചിന്നുമടുത്തേക്ക് അണ്ണൻ അറിയോ? ആ എനിക്കറിയില്ല. ആള് ഭയങ്കര ഗൗരവക്കാരനാ. ചിന്നു അടുത്തേക്ക് പരിചയപ്പെടണം. നീ നിന്റെ പണി നോക്കി പോടെ ചെറുക്ക, പരിചയപ്പെടുത്താൻ നടക്കണം. അണ്ണാ, അണ്ണൻ കുടുങ്ങിയത് തന്നെ. ആ ഗോപേട്ടൻ, ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ, എന്നും ജീവന്റെ ശ്രുതിയാണു നീ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ,
എന്നും ജീവന്റെ ശ്രുതിയാണു നീ. സൗഭാഗ്യമാണ്, സായുജ്യമാണ്, ആത്മാവിൻ നിധിയാണവൾ. എന്നാത്മാവിൻ നിധിയാണവൾ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. കാൽച്ചിലങ്കകളുടെ ധ്വനികളുമായി ഉണർത്തുപാട്ടായി അവൾ അരികിൽ വരും. കാൽച്ചിലങ്കകളുടെ ധ്വനികളുമായി ഉണർത്തുപാട്ടായി അവൾ അരികിൽ വരും. ചിരിയുടെ വർഷങ്ങൾ പെയ്ത് കൊണ്ടെൻ ഹൃദയത്തിൽ കുളിർക്കോരി നിന്നു. എൻ മനസ്സിൽ നിറമാർന്നു നിന്നു. ചിരിയുടെ വർഷങ്ങൾ പെയ്ത് കൊണ്ടെൻ ഹൃദയത്തിൽ കുളിർക്കോരി നിന്നു. എൻ മനസ്സിൽ നിറമാർന്നു നിന്നു. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. സൗഭാഗ്യമാണ്, സായുജ്യമാണ്, ആത്മാവിൻ നിധിയാണവൾ. എന്നാത്മാവിൻ നിധിയാണവൾ. ആനന്ദമാണ്, ആഹ്ലാദമാണ്, ജീവന്റെ ശ്രുതിയാണു നീ. എന്നും ജീവന്റെ ശ്രുതിയാണു നീ. മോനെ ഗോപു, നിന്നെ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞു മോനെ. എന്താ സാർ കാര്യം? ഇങ്ങക്ക് എന്നോട് എന്താ പറയണ്ടല്ലോ? അതെ ബിലാൽ, ഞാനിന്ന് എല്ലാം നഷ്ടപ്പെട്ടവനാണ്. ബാലാമണിയോട് ഞാൻ ചെയ്ത തെറ്റിന് ദൈവം എന്നെ ശിക്ഷിച്ചു. എന്റെ മകൻ വിഷ്ണു എനിക്ക് നഷ്ടപ്പെട്ടു. ബാലാമണി കൈക്കുഞ്ഞിനെ കയ്യിൽ വെച്ച് തന്നപ്പോ അവനെ വലിച്ചെറിഞ്ഞ ഭാവിയാണ് ഞാൻ. എന്റെ നഷ്ടപ്പെട്ടു പോയ വിഷ്ണുവിന്റെ കണ്ണുമായി ജീവിക്കുന്ന ഗോപുവിനെ തേടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ ഇതിനായി നിങ്ങളെ കാത്തിരിക്കാണ്. സ്വന്തം ചോരക്കുഞ്ഞിനെ അതിന്റെ അച്ഛനായ ഇങ്ങക്ക് ഏറ്റെടുക്കാൻ നിങ്ങൾ അന്തസ്സും അഭിമാനവും സമ്മതിച്ചില്ല. ഇതൊക്കെ പടച്ചോന്റെ കളിയാണ് സാറേ. ഇങ്ങളിന്ന് ആരെ തേടി ഇവിടെ വന്നു? ഓൻ തന്നെയാണ് നിങ്ങളെ മോൻ, അറിയോ? എന്താ നിങ്ങൾ പറഞ്ഞത് ബിലാൽ? അതെ, അന്ന് നിങ്ങൾക്ക് ബാലാമണിയിൽ ജനിച്ച ആ കുഞ്ഞിനെ തന്നെയാണ് നിങ്ങൾ തേടി വന്നിരിക്കുന്നത്. ബിലാൽ, എന്റെ മകൻ എവിടെ? എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണം. എന്റെ മകനെ എനിക്ക് തിരിച്ചു തരണം ബിലാൽ. ഞാൻ എന്ത് വേണമെങ്കിലും തരാം ബിലാൽ.
എനിക്ക് എന്റെ മകനെ വേണം. അയ്യോ പോലീസ് വണ്ടിയാണോ വരുന്നത്? ആരാടോ ഇവിടെ ഗോപകുമാർ? ചോദിച്ചത് കേട്ടില്ലേ? ഞാനാണ് സാർ ഗോപു. യു ആർ അണ്ടർ അറസ്റ്റ്. സാർ എന്തിനാണ് സാർ? കഴിഞ്ഞ 27-ാം തീയതി പാറമടയിൽ വെച്ച് ദീനു എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്തതിന്. മോനെ എന്താ ഇതൊക്കെ? പറ മോനെ. എന്നിട്ട് ആരും അറിയാതെ ഈ ഗ്രാമത്തിൽ വന്ന് ഒളിച്ചിരുന്നതിന്. ഇല്ല, എന്റെ കുട്ടി ആരെയും കൊല്ലില്ല. ഓനിക്കതിന് കഴിയൂല. ഏമാനെ മറ്റു വല്ലവരായിരിക്കും അത് ചെയ്തത്. അല്ല, അതിന് വ്യക്തമായ സാക്ഷികളും ഉണ്ട്. എവിടെ കോൺസ്റ്റബിൾ? അവരെ വിളിക്കൂ. ഗോപുരം ചെറുപ്പം ഞങ്ങൾക്കറിയാം സാർ, പക്ഷേ അവനാരും കൊല്ലാൻ കഴിയില്ല. ഇറങ്ങി വാടങ്ങട്ട് നടക്കങ്ങട് നടക്കടാ. എടാ നിങ്ങള് ഗോപു ഞങ്ങളോട് ക്ഷമിക്കണം. വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ സർ. ഇവർ നിരപരാധികളാ. ഞാനാണ് കൊല ചെയ്ത ആൾ. അല്ല, ഞങ്ങളും കൂടെയാണത് പ്ലാൻ ചെയ്തത്. അതെ സാർ, ഗോപു ഒറ്റയ്ക്കല്ല, ഞങ്ങളും കൊല നടത്താൻ കൂട്ടുനിന്നിട്ടുണ്ട്. ദീനു കൊല്ലപ്പെടേണ്ടവൻ തന്നെയാണ്. അത് നീയാണോ തീരുമാനിക്കേണ്ടത്? അല്ല, അത് ദൈവനിശ്ചയമാണ്. ഗോപു അതിനൊരു നിമിത്തമായെന്ന് മാത്രം. വർഷങ്ങൾക്ക് മുമ്പ് ബാരിച്ചർ വിശ്വനാഥനെയും കുടുംബത്തെയും ബോംബ് ബ്ലാസ്റ്റിൽ കൊന്നവനാണവൻ. ദീനുവിനെ കൊന്നത് ഞാൻ തന്നെ. മോനെ, അവൻ എന്റെ വിഷ്ണുവിനെ കൊന്ന കൊലയാളിയാ. ദീനുവും ഗുണ്ടകളും ചേർന്ന് കോളേജിൽ വെച്ച് അന്ന് വിഷ്ണുവിനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിരുന്നു. അത് ഞാൻ കേട്ടതായിരുന്നു. വിഷ്ണു മരിച്ചത് ഒരു സാധാരണ ആക്സിഡന്റ് അല്ല. ടിപ്പിടിച്ച അവനെ കൊന്നത്. എന്നിട്ട് അവനും അവന്റെ ഗുണ്ടകളും ചേർന്ന് ആ മരണം ആഘോഷിക്കായിരുന്നു ലഹരിക്കുപ്പിയിൽ. എന്റെ വിഷ്ണു എനിക്ക് ദാനമായി തന്ന ഈ 2 കണ്ണുകൾ കൊണ്ട് ദൈവം എനിക്ക് ആ കൊലയാളിയെ കാണിച്ചു തന്നു. പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല. മദ്യപിച്ച് ബോധമില്ലാതെ കിടന്ന അവനെ, ആ പിശാചിനെ ഒരു കരിങ്കല്ലെടുത്ത് ഞാൻ തലക്കടിച്ചടിച്ചു കൊന്നു. എന്താ ഞാൻ അവനെ കൊല്ലണ്ടേ? എന്റെ വിഷ്ണുവിനെ കൊന്നവനെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അവനെ ഇഞ്ചിഞ്ചായി കൊല്ലണ്ടേ? എന്റെ എല്ലാമായിരുന്ന വിഷ്ണുവിനെ കൊന്നവനെ ഞാൻ കൊന്നു. ഞാൻ ശരി ചെയ്തു. ഒരു മകൻ നഷ്ടപ്പെട്ട ഒരു അച്ഛന്റെ വേദനയോടെ പറയാണ് സാർ. എന്റെ മകനെ മാപ്പുസാക്ഷിയാക്കിക്കൂടെ? സോറി, അത് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ എനിക്ക് മറ്റൊന്നും ചെയ്യാനില്ല. എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ. കോൺസ്റ്റബിൾ, സാറേ കൊണ്ടുപോകല്ലേ സാറേ, സാറേ സാറേ എന്നെ കൊണ്ടുപോകല്ലേ സാറേ. എന്റെ മോനെ കൊണ്ടുവരുന്നത്, എന്റെ ഗോപുവിനെ കൊണ്ടുവരുന്നത് മോനെ. അവനൊരു കുറ്റം ചെയ്തിട്ടില്ല. അവനെ വെറുതെ വിടണം. ഗോപുവിനെ വെറുതെ വിടണമേ മോനെ. അവനൊരു കുറ്റം ചെയ്തിട്ടില്ല. ഗോപു മോനെ. എന്നെ എന്തിനാണ് സർ ലോക്കപ്പിൽ നിന്നോട് കൊണ്ടുവന്നത്? ഗോപു ആണോ ദീനുവിനെ കൊന്നത്? അതെ സർ, ഞാൻ എല്ലാ കാര്യം സമ്മതിച്ചാണല്ലോ. ശരിയാണ്, പക്ഷെ യഥാർത്ഥ പ്രതി ഗോപു അല്ലല്ലോ. സർ ഞാനാണ് സർ. അല്ല, സാർ ഉദ്ദേശിക്കുന്ന പോലെ എന്റെ ഫ്രണ്ട്സ് അല്ല. അല്ലടോ, നീ ശ്രദ്ധിച്ച് കേൾക്ക്. യഥാർത്ഥ പ്രതി
ഇന്നലെ സ്റ്റേഷനിൽ വന്ന് സറണ്ടറായി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. സംഭവിച്ച കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി പറയുകയും ചെയ്തു. ഇല്ല സർ, ഞാനത് വിശ്വസിക്കില്ല. എന്റെ വിഷ്ണുവിനെ കൊന്ന ദുഷ്ടനെ ഞാൻ തന്നെ കൊന്നത്. നീയല്ല, നിന്റെ അച്ഛൻ രാജശേഖരൻ തമ്പി. സർ, അതെ. നമ്മുടെ ഗോപുവിനെ അറസ്റ്റ് ഇനിയിപ്പോ എന്താ ചെയ്യാ? അച്ഛൻ, ഞാൻ നിങ്ങളെ തേടി നടക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളോട് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. അച്ഛൻ ടെൻഷൻ അടിക്കാതെ കാര്യം പറയൂ. ദിനുവിനെ കൊന്നത് ഞാനാണ്, ഞാൻ മാത്രം. എന്നെ മോൻ ഗോപുവല്ല അവനെ കൊന്നത്. അവൻ നിരപരാധിയാണ്. എനിക്ക് അവനെ രക്ഷിക്കണം. അതിന് നിങ്ങൾ എന്നെ സഹായിക്കണം. അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഗോപുവിന്റെ കൂടെ ഞങ്ങളും കൂടെ ഉള്ളപ്പോഴല്ലേ സംഭവിച്ചത്. പിന്നെ അച്ഛൻ എങ്ങനെ പ്രതിയാവും? അച്ഛൻ ഗോപുവിനെ രക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കഥയല്ലേ ഇത്? അല്ല മക്കളെ, അല്ല. ഈ കൃത്യം നിങ്ങൾ അവിടെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഗോപു അയാളെ കല്ലെടുത്ത് തലക്കടിക്കുന്നത് ഞാൻ കണ്ടു. നിങ്ങളെല്ലാവരും എന്റെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ ഓടുന്നതും ഞാൻ കണ്ടു. പക്ഷേ അപ്പോഴൊന്നും ദീനു മരിച്ചിട്ടില്ല. എന്റെ മോൻ വിഷ്ണുവിനെ കൊന്നവൻ. ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. അവന്റെ ജീവൻ തികച്ചും ഇല്ലാതാക്കി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഞാൻ അവിടുന്ന് പോകുന്നത്. എന്റെ മകൻ ഗോപുവിനെ എനിക്ക് രക്ഷിക്കണം. വരൂ, എനിക്ക് ആ പോലീസ് ഓഫീസറെ കാണണം. സറണ്ടർ ആവണം. സത്യങ്ങളെല്ലാം തുറന്നു പറയണം. വരൂ നിങ്ങൾ എന്റെ കൂടെ. ഇനിയെങ്കിലും നിന്റെ അച്ഛന് മാപ്പ് കൊടുത്തൂടെ ഗോപു? എനിക്ക് സാറിനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഒരു അവിഹിത ബന്ധത്തിലുണ്ടായ സന്തതിക്ക് ഒന്നും കൂടുതൽ ആഗ്രഹിക്കാനില്ല. എന്റെ വിഷ്ണുവിന്റെ അച്ഛനാണ് എന്റെ അച്ഛനെന്ന് അറിഞ്ഞതിൽ എനിക്ക് വിഷമമുണ്ട് സർ. എന്താ പറഞ്ഞു വരുന്നത് ഗോപു? വിഷ്ണു എത്രയോ സ്നേഹസമ്പന്ന, ചോരക്കുഞ്ഞായി എന്നെ എന്റെ അമ്മയിൽ നിന്ന് അകറ്റിയ ദുഷ്ടനാ എന്റെ അച്ഛൻ രാജശേഖരൻ തമ്പി. ലോകമറിയുന്ന മ്യൂസിക് ഡയറക്ടർ. എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ദുരഭിമാനം. കേവലം 5 മിനിറ്റിന്റെ സുഖത്തിന് വേണ്ടി എന്റെ അമ്മയെ പ്രലോഭിപ്പിച്ച് കീഴടക്കുമ്പോ തോന്നിയില്ലേ അദ്ദേഹത്തിന്റെ ദുരഭിമാനം? ഛീ, പാവം എന്റെ അമ്മ പിടഞ്ഞു മരിച്ചത് ഈ അച്ഛൻ കാരണോ? ഒരായുസ് മുഴുവൻ തീരാത്ത പകയുണ്ട് എനിക്ക് എന്റെ അച്ഛനോട്. നോ, വേണ്ട ഗോപു. എന്തായാലും ഒരു അച്ഛനായി പോയില്ലേ? എന്റെ എല്ലാമായ വിഷ്ണുവിന്റെ അച്ഛനായതുകൊണ്ട് ഞാൻ എല്ലാം മറക്കുന്നു സർ. എല്ലാം സാറിനോട് പറഞ്ഞപ്പോ ഒരാശ്വാസം പോലെ. ഗോപു, നീയൊരു പാപിയും പ്രതിയുമാകേണ്ടവനല്ല. ഇനിയുള്ള നിന്റെ ജീവിതം ഈ സമൂഹത്തിനും നിന്റെ കുടുംബത്തിനും മറ്റെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. എത്രയോ അന്ധരും അവശരുമുള്ള ഈ സമൂഹത്തിൽ അവർക്കായി സേവനങ്ങൾ ചെയ്യാനുള്ള ഒരു സന്മനസ് നിനക്കുണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇനി നിനക്കൊരു പുതിയ ജീവിതത്തിലേക്ക് പോവാം. താങ്ക് യു സർ. ഗോപു, ഗോപു, വിഷ്ണു, വരൂ ഗോപു, നമുക്ക് ഒരുമിച്ച് നടക്കാം.
ഇനി ഞാൻ എൻ്റെ ലോകത്തേക്ക് പോവുകയാണ്. എൻ്റെ ഗോപു സുഖമായിരിക്കണം. നീ ഇല്ലാതെ ഞാൻ ഇല്ല വിഷ്ണു. എന്നെ കൂടി നിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയിക്കൂടെ വിഷ്ണു? ഗോപു കരയണ്ട. എൻ്റെ ഗോപു ഈ ഭൂമിയിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കാനുള്ളതാണ്. നമ്മുടെ കുടുംബത്തിനൊരു താങ്ങും തണലായിട്ട്, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ചിന്നുവിന് ഒരു കൂട്ടായിട്ട് നീ ഉണ്ടാവണം. ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട് വിഷ്ണു. അതേ ഗോപു, ദേഹങ്ങൾ തമ്മിൽ അകന്നാലും എൻ്റെ ആത്മാവ് നിന്നെ ഏൽപ്പിച്ചിട്ടല്ല ഞാൻ പോകുന്നത്. വിഷ്ണു മല്ലികപ്പൂവിന് മുത്തം തരാനായി മല്ലീശ്വരൻ ഞാൻ വന്നണഞ്ഞു. വസന്തകാലം വന്നണഞ്ഞു, വസന്തകാലം വന്നണഞ്ഞു. മല്ലികപ്പൂവിന് മുത്തം തരാനായി മല്ലീശ്വരൻ ഞാൻ വന്നണഞ്ഞു. വസന്തകാലം വന്നണഞ്ഞു, വസന്തകാലം വന്നണഞ്ഞു. എന്റെ പ്രണയ പൂങ്കാവനത്തില് കുഞ്ഞുമോഹങ്ങൾ പൂവണിഞ്ഞു. എന്റെ പ്രണയ പൂങ്കാവനത്തില് കുഞ്ഞുമോഹങ്ങൾ പൂവണിഞ്ഞു. മല്ലികപ്പൂവിന് മുത്തം തരാനായി മല്ലീശ്വരൻ ഞാൻ വന്നണഞ്ഞു. വസന്തകാലം വന്നണഞ്ഞു, വസന്തകാലം വന്നണഞ്ഞു. ഇന്നു വന്നൻ കരളിൽ വീശിയ തേൻകിനാവിൻ പൂങ്കാറ്റ്. ഇന്നു വന്നൻ കരളിൽ വീശിയ തേൻകിനാവിൻ പൂങ്കാറ്റ്. എന്നും ഈ വഴി നീ വരുമെങ്കിൽ കൂട്ടിനായി ഞാൻ കൂടെ വരാം. വെള്ളിക്കൊലുസണിഞ്ഞെന്റെ കനവുകളിൽ തുള്ളിച്ചാടി കളിച്ചാടി പറന്നു വരും. മല്ലികപ്പൂവിന് മുത്തം തരാനായി മല്ലീശ്വരൻ ഞാൻ വന്നണഞ്ഞു. വസന്തകാലം വന്നണഞ്ഞു, വസന്തകാലം വന്നണഞ്ഞു. മേഘരാഗങ്ങൾ ഒഴുകി വരുന്ന മഞ്ഞുമലയുടെ താഴ്വരയിൽ. മേഘരാഗങ്ങൾ ഒഴുകി വരുന്ന മഞ്ഞുമലയുടെ താഴ്വരയിൽ. വർണ്ണമലരുകളെന്നും എനിക്കായി സ്വർഗ വസന്തങ്ങൾ പണിഞ്ഞു തരും. പമ്മി പമ്മി നടക്കുന്ന കുരുവികളെ ചൊല്ലി ചൊല്ലി കളിയാടാൻ പറന്നു വരൂ. മല്ലികപ്പൂവിന് മുത്തം തരാനായി മല്ലീശ്വരൻ ഞാൻ വന്നണഞ്ഞു. വസന്തകാലം വന്നണഞ്ഞു, വസന്തകാലം